ഹലോ, എല്ലാവർക്കും അശ്വതി ചുള്ളാക്കിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരു സേമിയ പായസം ഉണ്ടാക്കിയാലോ? നമുക്ക് നോക്കാം. ആവശ്യമായ സാധനങ്ങൾ ഞാൻ എല്ലാം ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പായസം ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ പാൻ വെച്ചിരിക്കുകയാണ്. പാൻ ചൂടായതിനു ശേഷം ഞാനിവിടെ 2 പാക്കറ്റ് പാലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിക്കാം. കട്ടി കുറയ്ക്കാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളവും മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് തിളച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അതാ പാൽ ഏകദേശം തിളച്ചു തുടങ്ങി. അപ്പം നമുക്ക് ഇനി അതിലേക്ക് പഞ്ചസാരയും നെയ്യും നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ പഞ്ചസാര ഓരോരുത്തർക്ക് ചിലവർക്ക് മധുരം കൂടുതൽ ഇഷ്ടമായിരിക്കാം, ചിലർക്ക് കുറവ് മധുരം മതി. ഇതിപ്പോൾ എൻ്റെ രീതിക്ക് ഒരു നോർമൽ മധുരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വേണ്ടവർ അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. അതിനുശേഷം എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ നെയ്യും പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. നന്നായി മിക്സ് ചെയ്യാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചേർക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാനിതാ സേമിയ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേമിയ, അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റോസ്റ്റ് ചെയ്ത സേമിയ ഇതിലേക്ക് മിക്സ് ചെയ്യാം. കുറച്ച് ടൈം ഇത് അടിപിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഞാനിതിലേക്ക് ഒരു 4 ഏലക്കായും ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നന്നായി ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. അടിപിടിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്യും. പായസം അവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത് എനിക്കറിയുന്ന രീതിയിൽ വെച്ചതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.